എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ GP ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. അതിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിനെ പറ്റിയാണ്. എന്തിനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ് നോക്കുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഹെഡിങ് എടുക്കുന്നതിന് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March, ആ പർട്ടിക്കുലർ ഡേറ്റിന്റെ ബാലൻസ് ഷീറ്റ്. അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ പീരീഡ് ഓഫ് എന്നാണ് പറയുന്നത്. പക്ഷെ ബാലൻസ് ഷീറ്റ് ആ ഡേറ്റിന്റെ ബാലൻസ് ഷീറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്തിനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്? നമുക്ക് അസറ്റ് ഉണ്ട്, എത്ര നമുക്ക് ബാധ്യതയുണ്ട്, ഇത് കണ്ടുപിടിക്കാൻ, ഇത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു 5 കൊല്ലം മുമ്പ് ഞാനൊരു മൊബൈൽ വാങ്ങി. അന്ന് 25,000 രൂപയാണ്. അപ്പൊ ബാലൻസ് ഷീറ്റ് ഞാൻ ആ മൊബൈൽ എന്ന് പറഞ്ഞിട്ട് ഇന്ന് 25,000 കാണിച്ചാൽ അത് കറക്റ്റ് ആണോ ബാലൻസ് ഷീറ്റ്? അല്ല. എന്തുകൊണ്ടാണ്? ആ മൊബൈലിൽ നിന്ന് വിറ്റ് 25,000 പോയിട്ട് ഒരു 5,000 രൂപ പോലും കിട്ടുമെന്നത് സംശയമാണ്, അല്ലെ? അപ്പൊ അതിനാണ് നമ്മൾ, അതായത് ഇന്ന് എന്റെ കയ്യിലുള്ള അസറ്റിന്റെ വാല്യൂ എത്രയുണ്ട്, ഇനി എത്ര എനിക്ക് ബാധ്യത കൊടുത്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ് ബാലൻസ് ഷീറ്റ് കൊണ്ട് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റിനെ നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റ് പ്രധാനമായിട്ടും പിന്നെ ലാബിലിറ്റി സൈഡും പിന്നെ അസറ്റ് സൈഡുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ലാബിലിറ്റി ഉണ്ടാകും, പിന്നെ അസറ്റ് സൈഡും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഈ ലാബിലിറ്റി സൈഡിൽ നമ്മൾ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ലാബിലിറ്റി സൈഡിൽ പലർക്കും അനക്കൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സംശയം ഉണ്ടായിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എന്റെ കമ്പനിയിൽ എന്റെ പൈസ ബാധ്യതയോ എന്നൊരു സംശയം ഭയങ്കരമാണ്. അതായത് പിന്നെ പലപ്പോഴും നമ്മൾ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പിന്നെ ബാധ്യത ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഇത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ, കാരണം നമ്മളൊരു ബിസിനസ്സുകാരന്റെ അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബിസിനസ്സുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂ തിങ്ക് ചെയ്യുമ്പോൾ മാത്രമേ അക്കൗണ്ട്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവൂ. പക്ഷെ നമ്മളുടെ ഒരു സാധാരണ മനുഷ്യന്റെ പോയിന്റ് ഓഫ് വ്യൂല് ചിന്തിക്കുമ്പോൾ നമ്മളെ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം ബാധ്യതയോ എന്നുള്ളതൊരു വലിയൊരു സംശയമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം അക്കൗണ്ട്സിന്റെ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ പിന്നെ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതിന് പറയുന്നുണ്ട് ബിസിനസ്സും പ്രൊപ്പറേറ്ററും ഓണറും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആണ് എന്നുള്ളത്. അതായത് രണ്ടാളും ഒന്നല്ല, രണ്ടും രണ്ടാണ് എന്നുള്ളത്. അപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈജു അസോസിയേറ്റ്സ് എന്നുള്ള സ്ഥാപനം എന്റെ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പോലും അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബൈജു അസോസിയേറ്റ്സിനെ സംബന്ധിച്ച് ബൈജു ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എപ്പോഴും ബാധ്യതയാണ്, അല്ലെ? അതായത് അവർക്ക് എന്ത് ചെയ്യണം, ബൈജു അസോസിയേറ്റ്സിന് ബൈജുവിന് തിരിച്ചു കൊടുക്കാൻ. നമ്മൾ ഏതൊരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്കൊരു റിട്ടേൺ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇൻവെസ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മളൊരു പ്രൊപ്പറേറ്റർഷിപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫേമിന്റെ ബാധ്യതയാണ് ഓണർക്ക് എന്ത് കൊടുക്കണം, ഇതിന്റെ റിട്ടേൺ കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എന്തായിട്ട് വരുന്നത്, ലാബിലിറ്റി സൈഡിൽ വരുന്നത്. സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. അതായത് ബിസിനസ്സുകാരനും ബിസിനസ്സും രണ്ടും രണ്ടാണ് എന്നുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രകാരമാണ് വരുന്നത്. ഇനി ലാബിലിറ്റിയിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് കറണ്ട് ലാബിലിറ്റി ഉണ്ട്. കറണ്ട് ലാബിലിറ്റിയിൽ പ്രധാനമായും സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ടാകും, പിന്നെ ബിൽസ് പേയബിൾ, അങ്ങനെ ബാങ്കിന്റെ ഓവർ ഡ്രാഫ്റ്റ്, ഓടി, ഇതൊക്കെയാണ് നമ്മൾ ലാബിലിറ്റിയിൽ പ്രധാനമായിട്ടും കാണുന്നത്. അസറ്റ് സൈഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് ഉണ്ടാകും, കറണ്ട് അസറ്റ്സ് ഉണ്ടാകും. എന്താണ് ഈ ഫിക്സഡ് അസറ്റ്സ് കറണ്ട് അസറ്റ്സ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ, ഫിക്സഡ് അസറ്റ്സ് നമ്മളുടെ ബിസിനസിന്റെ ഒരു ദീർഘകാലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട ഫിക്സഡ് അസറ്റ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബിൽഡിംഗ്, പിന്നെ ഫർണിച്ചേഴ്സ്, ഇതൊക്കെ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതൊക്കെ ഫിക്സഡ് അസറ്റ്സിന് ഉദാഹരണമാണ്. കറണ്ട് അസറ്റ്സിന്റെ പ്രധാനപ്പെട്ട കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റോക്ക്, സൺട്രി ഡെറ്റേഴ്സ്, ഇതൊക്കെയാണ് ക്യാഷ് ആൻഡ് ബാങ്ക്, ഇതൊക്കെ പ്രധാനപ്പെട്ട കറണ്ട് അസറ്റ്സ്. അതായത് നമുക്ക് ഒരു വർഷം കൊണ്ട്
പിന്നെ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദീർഘകാലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ഫിക്സഡ് അസറ്റ്സുകൾ എന്ന് വിളിക്കുന്നത്. ഫിക്സഡ് അസറ്റ്സിന് നമ്മൾ എപ്പോഴും എന്ത് ചാർജ് ചെയ്യും, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 3 വർഷം മുമ്പുള്ള ഒരു കാർ, പിന്നെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിൾ ഉണ്ടെന്ന് കരുതുക. അത് ഞാൻ ഒരു 10 ലക്ഷം റുപ്യക്കാണ് വാങ്ങിയത് എങ്കിൽ ഈ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുമോ? എന്റെ ഫിക്സഡ് അസറ്റ്സ് ഇപ്പോഴും 10 ലക്ഷത്തിലാണ്? അല്ല. അതൊന്നും ചെയ്തിട്ടുണ്ടാകും, അതിന് തേയ്മാനം, ഡിപ്രിസിയേഷൻ ഉണ്ടാകും. ആ ഡിപ്രിസിയേഷൻ കഴിച്ച് ചിലപ്പോൾ ഈ 10 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ എന്തായിരിക്കും, ഒരു 4 ലക്ഷമോ 3 ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാകും. അപ്പൊ ഇത് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഡിപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്തിട്ട്. ഇനി നമ്മൾ പറഞ്ഞു അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്സ് ഉണ്ടാകും, ലാബിലിറ്റി സൈഡിൽ കറണ്ട് ലാബിലിറ്റി ഉണ്ടാകും. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കും, പ്രധാനമായിട്ടും നമ്മളോട് ഒരു ഇന്റർവ്യൂ പോയിന്റിലൊക്കെ നമുക്ക് കറണ്ട് റേഷ്യോ എന്നുള്ളൊരു സാധനം, നമ്മൾ അതിപ്പോ ബാങ്കിൽ നമ്മൾ പ്രൊജക്ടിന്റെ ബാലൻസ് ഷീറ്റ് കൊടുക്കുമ്പോൾ പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് റേഷ്യോ ബാലൻസ് ഷീറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാല് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി. ഇതാണ് എന്ത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മളിപ്പോ വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറയും, കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര പണം ആവശ്യമുണ്ട് എന്നുള്ളതാണ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇനി കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി. ഇനി ഈ കറണ്ട് അസറ്റ്സ് കറണ്ട് റേഷ്യോ, ഐഡിയൽ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അതായത് എനിക്ക് 2 രൂപ എന്റെ കയ്യിലുണ്ട്, 1 രൂപ കൊടുക്കാനുണ്ടാകും അല്ലെ. അതായത് 1 രൂപ എനിക്ക് കടം ഉണ്ടാകുമ്പോൾ എന്റെ കയ്യിൽ എത്ര ഉണ്ട്, 2 രൂപയുണ്ട്. അതാണ് നമ്മൾ കറണ്ട് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് കറണ്ട് റേഷ്യോ 2:1 ആണ്. അതായത് 1 രൂപ എനിക്ക് കടം കൊടുക്കാനുണ്ടാകുമ്പോൾ 2 രൂപ എന്റെ കയ്യിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നമ്മളോട് ചിലപ്പോഴൊക്കെ നമ്മളോട് ചോദിക്കും 10:1 അല്ലെങ്കിൽ 19:1 നല്ല കറണ്ട് റേഷ്യോ ആണോ? അതിന്റെ അർത്ഥം എന്താണ്? 1 രൂപ എന്റെ അടുത്ത് കൊടുക്കാനുണ്ടാകുമ്പോൾ 19 രൂപ എന്റെ കയ്യിലുണ്ട്. 19 എന്ന് പറഞ്ഞാൽ 19 ലക്ഷമാകാം, 1 ലക്ഷമാകാം, 19 കോടിയാകാം, 1 കോടിയാകാം. ഓക്കെ, അപ്പൊ ഇത് നല്ല റേഷ്യോ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ അത് നല്ല റേഷ്യോ അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഫണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. അതായത് 19 രൂപ അതിന്റെ അടുത്ത് വെറുതെ ഉണ്ട്. ഈ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് സ്റ്റോക്ക്, പിന്നെയുള്ളത് എന്താണ്? സൺട്രി ഡെറ്റേഴ്സ്, ഓക്കെ, ക്യാഷ് ആൻഡ് ബാങ്ക്. അപ്പം പിന്നെ ഒരു കറണ്ട് അസറ്റ്സിന്റെ റേഷ്യോ കൂടുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അടുത്ത് കുറേ ഡെറ്റ് സ്റ്റോക്ക് ഉണ്ട്, വിൽക്കാൻ പറ്റാത്ത സ്റ്റോക്ക് ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണല്ലോ കറണ്ട് അസറ്റ്സ് കൂടുന്നത്. പിന്നെ സൺട്രി ഡെറ്റേഴ്സ് കൂടുന്നു. സൺട്രി ഡെറ്റേഴ്സ് കൂടുന്നതിന്റെ അർത്ഥം എന്താണ്? അനക്ക് പൈസ കളക്ട് ചെയ്യാൻ അറിയില്ല. കസ്റ്റമർ എടുക്കുന്ന പൈസ എനിക്ക് കളക്ട് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? കറണ്ട് റേഷ്യോ ഹൈ ആകുന്നത്. പിന്നെ ക്യാഷും ബാങ്കും കൂടുമ്പോഴാണ് കറണ്ട് റേഷ്യോ കൂടുന്നത്. ക്യാഷും ബാങ്കും കൂടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആ പൈസ എനിക്ക് യൂട്ടിലൈസ്, എനിക്കത് ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ട് എനിക്ക് പിന്നെ വർക്ക് ഇതാക്കാൻ യൂട്ടിലൈസേഷൻ അറിയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോ ചിലപ്പോഴൊക്കെ നിങ്ങളോട് ചോദിക്കും കറണ്ട് റേഷ്യോ 20:1 ഇതൊക്കെ നല്ല റേഷ്യോ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? നമ്മളൊരു സാധാരണക്കാരന്റെ മനസ്സിൽ ചിന്തിക്കാൻ പാടില്ല. സാധാരണക്കാരന്റെ മനസ്സിൽ എന്താണ്? ഓ, അങ്ങനെ 1 രൂപ കൊടുക്കാനുള്ളൂ, 20 രൂപന്റെ കൈമിലുണ്ട് എന്നൊരു പേഴ്സണലി നമ്മളൊരു നോർമൽ മാൻസിനെ സംബന്ധിച്ച് നമ്മൾ പറയും ഭയങ്കര സംഭവമാണ്. അതിലേക്ക് 20 രൂപ ഉണ്ടല്ലോ, 1 രൂപയിലേ കൊടുക്കാനുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ അക്കൗണ്ടൻസി എപ്പോഴും ഒരു ബിസിനസ്സുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ബിസിനസ്സുകാരുടെ പോയിന്റിൽ ഈ 20:1 എന്ന് പറഞ്ഞാല് എനിക്ക് ഈ പൈസ യൂട്ടിലൈസേഷൻ അറിയില്ല എന്നുള്ളതാണ്. വെറുതെ നിന്റെ ബാങ്കിൽ പൈസ ഉണ്ട്, എനിക്ക് കസ്റ്റമർ എടുക്കുന്ന പൈസ കളക്ട് ചെയ്യാനേ അറിയില്ല. സൺഡേ ഡെറ്റേഴ്സ് കൂടി അങ്ങനെയുള്ള ഒരു ബിസിനസ്സിന് ബാങ്ക് ലോൺ കൊടുക്കും ഇല്ല. എന്തുകൊണ്ട്? കാരണം ഇവന്റെ പിന്നെ പൈസ ഇവന്റെ കളക്ഷൻസ് അറിയില്ലെങ്കിൽ ബാങ്ക് ലോൺ കൊടുത്താൽ എങ്ങനെ ബാങ്കിന് EMI കിട്ടും? അതൊക്കെ വലിയ ഒരു ഇതായിരിക്കും. ഇപ്പൊ നമ്മൾ സൺഡേ ഡെറ്റേഴ്സിന്റെ നോക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റോക്ക് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോസ് ഒക്കെ നമ്മൾ നോക്കണം. ഇൻവെന്ററി പിന്നെ റൺ ആവാതെ ഇൻവെന്ററി ഉണ്ടോ, അല്ലെ ഡെഡ് സ്റ്റോക്ക് നമ്മളെ സ്റ്റോക്കിൽ കൂടുതലുണ്ടോ, അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ കറണ്ട് റേഷ്യോ ആണ് ബാലൻസ് ഷീറ്റ് ഒരു ബേസിക് ലെവലിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് കറണ്ട് റേഷ്യോ ആണ്. ബാലൻസ് ഷീറ്റിനെ പറ്റിയിട്ടുള്ള അടുത്ത കുറച്ച് റേഷ്യോസ്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോസ്, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ഇതിനെപ്പറ്റി നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.